ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് മറ്റ് ചില ടോപ്പിക്സ് നോക്കാം. വിലയിരുത്തലും മൂല്യനിർണ്ണയവും. പഠന പ്രക്രിയയിൽ വിലയിരുത്തലിന്റെ ഉദ്ദേശങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇവിടെ പഠന പിന്തുണ, ക്ലാസ് കയറ്റം, അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെയും ചിലതുണ്ട്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതുക കേട്ടോ. പഠന പ്രക്രിയയിൽ വിലയിരുത്തലിന്റെ ഉദ്ദേശങ്ങൾ. പഠന പിന്തുണ അല്ലെ, വിലയിരുത്തലിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പഠന പിന്തുണയാണ്. കുട്ടികളുടെ കഴിവുകളും പരിമിതികളും തിരിച്ചറിഞ്ഞ് ഉചിതമായ പഠന പിന്തുണ നൽകുക, കുട്ടികളിൽ മെച്ചപ്പെടാനുള്ള കഴിവും മനോഭാവവും വളർത്തുക എന്നതാണ് വിലയിരുത്തലിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അതുപോലെ ക്ലാസ് കയറ്റം ആൻഡ് സർട്ടിഫിക്കേഷൻ. നിശ്ചിത പഠന കാലയളവിനുള്ളിൽ കുട്ടി പഠന നേട്ടം കൈവരിച്ചിരിക്കണം അല്ലെ. അത് വിലയിരുത്തി ഉചിതമായ ഇടപെടലുകൾ നടത്തുക എന്നതാണ് ക്ലാസ് കയറ്റം. സർട്ടിഫിക്കേഷൻ ഒക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ വിലയിരുത്തലിന്റെ മറ്റു ഉദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അത് ഷോർട്ട് നോട്ട് എഴുതുക കേട്ടോ. പഠന പുരോഗതി അറിയാൻ അല്ലെ, ഒരു കുട്ടി എത്രമാത്രം പഠിച്ചു എന്നറിയാൻ വേണ്ടി വിലയിരുത്തൽ സഹായിക്കുന്നുണ്ട്. പഠനത്തിന് പിന്തുണ നൽകാൻ ഇപ്പൊ പറഞ്ഞത്. പിന്നെ ക്ലാസ് കയറ്റവും സർട്ടിഫിക്കേഷനും നമ്മൾ പറഞ്ഞു. പിന്നെ അധ്യാപനത്തിന്റെ ഫലപ്രാപ്തി വിലയിരുത്തുക. സ്വന്തമായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റില്ലേ? ഒരു കുട്ടിയെ വിലയിരുത്തുന്നതിലൂടെ സ്വന്തമായിട്ട് നമുക്കും സ്വന്തമായിട്ട്, ഒരു ടീച്ചർക്കും സ്വന്തമായിട്ട് വിലയിരുത്താം. ഇനി ഞാൻ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഞാൻ പുതിയതായി എന്തെങ്കിലും ഐഡിയാസ് കൊണ്ടുവരണോ, വേറെ ഏതെങ്കിലും രീതികൾ ഉപയോഗിക്കണോ, സ്വന്തമായി അധ്യാപകന് തന്നെ ഫലപ്രാപ്തിക്ക് വേണ്ടി സ്വന്തമായി വിലയിരുത്തലുകൾ നടത്താം. അധ്യാപന രീതി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഫീഡ്ബാക്ക് നൽകാൻ വേണ്ടിയിട്ട് വിലയിരുത്തലുകൾ വളരെ കൂടുതൽ സഹായിക്കും. അതുപോലെ തന്നെ പ്രതിഭകളും കഴിവുകളും കണ്ടെത്താം. കുട്ടികളിലെ കഴിവും പ്രതിഭയും ഒക്കെ കണ്ടെത്താൻ വിലയിരുത്തൽ സഹായിക്കും. ഇനി വിലയിരുത്തൽ രീതികൾ. സ്വയം വിലയിരുത്തലുണ്ട്, പരസ്പര വിലയിരുത്തലുണ്ട്, അതുപോലെ തന്നെ നിരന്തര വിലയിരുത്തലുണ്ട്. കൂടാതെ BSO അല്ലെ, BSO മൂല്യനിർണ്ണയം, നിരന്തര വിലയിരുത്തല്, സ്വയം വിലയിരുത്തല്, പരസ്പര വിലയിരുത്തല്, BSO മൂല്യനിർണ്ണയം, ഇതൊക്കെ എന്താണ്, വിലയിരുത്തൽ രീതികളാണ്. അതിൽ സ്വയം വിലയിരുത്തൽ നമുക്കറിയാലോ, വിദ്യാർത്ഥി സ്വയം തന്നെ സ്വന്തമായി മനസ്സിലാക്കുന്നു. സംഘപ്രവർത്തനങ്ങൾ, പഠന നേട്ടങ്ങൾ പങ്കുവയ്ക്കൽ, പഠനോൽപ്പന്നങ്ങൾ വിലയിരുത്തൽ, ഇതൊക്കെ സ്വയം അല്ലെങ്കിൽ പരസ്പര വിലയിരുത്തലിൽ പെടുന്നു. സംഘമായി പ്രവർത്തിക്കുമ്പോൾ, പഠന നേട്ടങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ, പഠനോൽപ്പന്നങ്ങൾ വിലയിരുത്തുമ്പോഴൊക്കെയാണ് പരസ്പര വിലയിരുത്തൽ സാധ്യമാകുന്നത് അല്ലെ. അതുപോലെ തന്നെ സ്വന്തമായിട്ട് കുട്ടിക്ക് ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഇനിയും മുന്നോട്ടേക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, ഇനി ഞാൻ പഠനത്തിൽ എന്തെങ്കിലും കൂടുതലായി ശ്രദ്ധിക്കണോ, ഏത് വിഭാഗമാണ് എനിക്ക് കുറച്ച് മോശമായിട്ടുള്ളത്, ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്, സ്വന്തമായിട്ടൊരു വിലയിരുത്തലിലേക്ക് കുട്ടി എത്തുന്നു. പരസ്പര വിലയിരുത്തൽ അല്ലെ, കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ പരസ്പര വിലയിരുത്തലിലേക്ക് എത്തുന്നുണ്ട്. അതുകൂടാതെ നിരന്തര വിലയിരുത്തൽ അല്ലെ, ക്ലാസ് മുറിക്കകത്തും പുറത്തും നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഉപകരണങ്ങൾ, ഇപ്പൊ ടീച്ചിങ് മാനുവൽ, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയില്, പോർട്ട്ഫോളിയോ, ഡയറി, ഇതൊക്കെ നിരന്തര വിലയിരുത്തലിന് ഉദാഹരണങ്ങളാണ്. നിരന്തര വിലയിരുത്തൽ പഠന പ്രക്രിയയുടെ എല്ലാ ഘട്ടങ്ങളിലും തുടർച്ചയായി നടത്തുന്ന വിലയിരുത്തലാണ്. തുടർച്ചയായതാണ് നിരന്തര വിലയിരുത്തൽ. അറ്റ് എ ടൈം നടത്തുന്നതാണ് നിരന്തര വിലയിരുത്തൽ. ക്ലാസ് ടൈമിൽ വെച്ച് തന്നെ ടീച്ചർ ആ കുട്ടിയെ എന്താണ്, ലൈവായിട്ട് നോക്കി കാണുകയാണ്, വിലയിരുത്തുകയാണ്. അപ്പോൾ അത് നിരന്തര വിലയിരുത്തലാണ്. കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായി നടക്കുന്ന ഒരു പ്രക്രിയയാണ് നിരന്തര വിലയിരുത്തൽ. ഇനി അടുത്തതായിട്ടാണ് BSO മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. ബേസ് ലൈൻ സർവേ ഓർ അസസ്മെന്റ് ആണ്. പഠനം ആരംഭിക്കുന്നതിന് മുൻപ് വിദ്യാർത്ഥിയുടെ നിലവിലെ അറിവും കഴിവും കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രാരംഭത്തിൽ നടത്തുന്ന വിലയിരുത്തലാണ് BSO മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. നിശ്ചിത കാലയളവിലെ പഠന പുരോഗതി ഗ്രേഡ് ചെയ്ത് രക്ഷിതാക്കളെ അറിയിക്കുന്നു അല്ലെ. അത് പഠനം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ആ കുട്ടിയെ ഒന്ന് ടീച്ചർ നിലവിലെ അറിവും കഴിവൊക്കെ വെച്ചിട്ടൊന്ന് വിലയിരുത്തുന്നതാണ് എന്ത്, BSO മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. ഇനി മൂല്യനിർണ്ണയം എന്ന് നമുക്ക് സെപ്പറേറ്റ് എഴുതാം. ഇവാലുവേഷൻ എന്ന് പഠന ലക്ഷ്യങ്ങൾ എത്രത്തോളം കൈവരിച്ചു എന്ന് സമഗ്രമായി പരിശോധിക്കുന്നത്. നമ്മൾ ടെക്സ്റ്റ് പേപ്പർ ഇട്ടു അല്ലെങ്കിൽ ഒരു എക്സാം ഇടിയിപ്പിച്ചു, അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ആൻസർ ഷീറ്റിൽ കറക്റ്റ് ചെയ്യുന്നത് മൂല്യനിർണ്ണയമാണ്, ഇവാലുവേഷൻ ആണ്. BSO മൂല്യനിർണ്ണയം വേറെയാണ്. ഇതിലില്ലാത്ത പോയിന്റ്സ് എല്ലാം നിങ്ങൾ എഴുതിയെടുക്കുക. കാരണം സമയമില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുത്ത PDF ആയതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ എഴുതി വെച്ചേക്കുന്ന ഷോർട്ട് നോട്ടിലാണ്. അപ്പൊ അതിൽ നിന്നുകൂടി പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഷോർട്ട് നോട്ടായിട്ട് എഴുതിയെടുക്കുക കേട്ടോ.
അപ്പോൾ സ്വയം വിലയിരുത്തൽ, പരസ്പര വിലയിരുത്തൽ, നിരന്തര വിലയിരുത്തൽ, BSO മൂല്യനിർണയം ഇതൊക്കെ എന്താണ്? വിലയിരുത്തൽ രീതികളാണ്. ഇനി പ്രക്രിയ, ലക്ഷ്യ വിലയിരുത്തൽ സൂചകങ്ങൾ: നിരീക്ഷണം, വർഗീകരണം, ആശയം വിനിമയം, നിഗമനം രൂപീകരിക്കൽ, പരീക്ഷണങ്ങൾ ഇതൊക്കെ പ്രക്രിയ, ലക്ഷ്യ വിലയിരുത്തൽ സൂചകങ്ങളാണ്. ഇനി സാമൂഹ്യ ശാസ്ത്രം ഗവേഷണവും പ്രശ്ന പരിഹാരവും. ഗവേഷണം ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് ശാസ്ത്രീയവും വ്യവസ്ഥാപിതവുമായ അന്വേഷണം, അല്ലെ? അതാണ് ഇവിടെ ഗവേഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്വേഷണമാണ്, അന്വേഷിച്ച് കണ്ടെത്തുകയാണ് ഗവേഷകൻ, അല്ലെ? പ്രധാന ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ പ്രധാന ഗവേഷണ സ്ഥാപനങ്ങൾ നോക്കാം. ഇതിൽ കില എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഏതാ ചോദിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ റിപ്പീറ്റ്ലി കില എന്ന് പറയുന്ന KILA ഇത് ചോദിക്കാറുണ്ട്. ആദ്യത്തെ ICSSR ആണ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച്, ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ച് ICSSR. IIPS എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സയൻസ് ആണ്. IIPS ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സയൻസ്, മുംബൈ. CSDS എന്ന് പറയുന്നത് സെന്റർ ഫോർ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സ്റ്റഡീസ് ആണ്, CSDS. CDS സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, CSDS സെന്റർ ഫോർ സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സ്റ്റഡീസ്, ന്യൂഡൽഹി. CDS സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, കില. ഇതാണ് ഞാൻ പറഞ്ഞത്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആണ്, തൃശ്ശൂരാണ്, കില. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ഇനി മറ്റുള്ളവ NCERT, ഡൈറ്റ്, യൂണിവേഴ്സിറ്റീസ്, കോളേജസ് ഇതൊക്കെ വരുന്നുണ്ട്, NCERTസും ഡൈറ്റും ഒക്കെ. അപ്പോൾ ഡൈറ്റ് എന്താണ്? ഇവിടെ SCERT ഡയറ്റ്, NCERT കൊടുത്തിട്ടില്ല, അതിൻ്റെ കൂടി ഫുൾ ഫോം എഴുതി വെക്കണം. NCERT എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ്, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. SCERT സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. മറ്റത് നാഷണൽ, ഇത് സ്റ്റേറ്റ്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. ഇനി ഡൈറ്റ് എന്താ? ഡിസ്ട്രിക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആണ് ഡൈറ്റ്, ഡിസ്ട്രിക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇതിൽ ഡൈറ്റ്, SCERT, NCERT, അതുപോലെ കില ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ചിലപ്പോൾ CDSും CSDSും ഒക്കെ ചോദിച്ചേക്കാം. അപ്പോൾ എല്ലാത്തിൻ്റെയും തന്നെ ഏകദേശം ഒരു ഫുൾ ഫോം പഠിച്ചു വെക്കുക, ഫുൾ ഫോം എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാന ഗവേഷണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ വിലയിരുത്തലുകൾ ഇതൊക്കെയാണ് നോക്കിയത്. വിലയിരുത്തലും മൂല്യനിർണ്ണയം ഇതൊക്കെയാണ് നോക്കിയത്. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ, യൂസ്ഫുൾ ആവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്